ബീഫിന്റെ കറി നല്ല ദോശ. എന്താ പറയാ? എനിക്ക് ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെക്കണം. സിമ്പിൾ, വലിയ ആളെ കഴിക്കാം. തിരിച്ചിടണം. അപ്പൊ ഈ ദോശ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് തെള്ളോ. കാസർഗോഡ് മംഗലാപുരം ആ ഭാഗത്തല്ലാതെ വേറെ ഏതെങ്കിലും നാട്ടിൽ അരി അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ദോശയല്ലേ, നീർദോശ എന്നെല്ലാം പറയും, അതിന് തെള്ളെന്ന് പറയുന്ന ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. ഞാൻ എൻ്റെ മാപ്പിളുടെ വീട്ടിലെത്തിയപ്പോഴാട്ടോ ഈ ഒരു ദോശയ്ക്ക് ഇങ്ങനെ ഒരു പേരുള്ളത്. ഇന്നത്തെ നോമ്പ് തുറക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ദോശ, അതിൻ്റെ കൂടെ നല്ല അരച്ച മുളകേറ്റ് നല്ല ബീഫിൻ്റെ. അപ്പോൾ ഇന്നത്തെ ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു പ്രഷർ കുക്കറിലാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ട്രെൻഡിയോളിൽ നിന്നാണ്. നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ സൈസും ഉണ്ട്, ചെറുതുണ്ട്. ഇത് 3.5 ആണ് ചെറുത്. വലിയത് വരുന്നത് 7 ലിറ്റർ ആണ്. പക്ഷേ ഈ ഒരു മോഡലിലെ ഈ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് യൂസ് ആക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ യൂസ് ആക്കുക എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്, എന്നാലും നമ്മൾ യൂസ് ആക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഈ ഒരു കുക്കറിൻ്റെ ലിഡ് കണ്ടില്ല, വാഷറും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ രണ്ടിനും യൂസ് ആക്കട്ടെ. നമുക്ക് ചെറുത് യൂസ് ആക്കാന്നുണ്ടെങ്കിൽ ആ മൂടി ഇങ്ങോട്ട് ഇടാം, ഈ മൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. അത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആദ്യം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി മാത്രം. പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അത് പുറത്തെടുത്തതിന് ശേഷം അത് എങ്ങനെ അത് ക്ലോസ് ആക്കാമെന്നൊന്നും അറിയുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മൂടിമേൽ ഇതുപോലെ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് രണ്ടോട്ടം യൂസ് ചെയ്യാം. ഒരു വട്ടം യൂസ് ആക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടമായത് സ്റ്റീലിൻ്റെതായതുകൊണ്ടും പിന്നെ വലുതും ചെറുതും കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ ഉപയോഗത്തിന് ചെറുതിന് ചെറുതും വലുതും ഉണ്ടാവില്ല. അങ്ങനെ നല്ലൊരു ഓഫറും ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോഴും ഓഫർ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ നാട്ടിൽ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. നാട്ടിൽ കിട്ടില്ല, എന്തെങ്കിലും എയർടെൽ ആപ്പ് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ GCC കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. അപ്പം ആരെങ്കിലും ദുബായിലൊക്കെ ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ അയച്ചു തന്നെ ലിങ്ക് ഷെയർ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് പർച്ചേസ് ആക്കാൻ പറഞ്ഞാൽ മതി. നാട്ടിലേക്കൊക്കെ കൊണ്ടുവരാൻ ഈസിയാണ് കേട്ടോ. കാര്യം അത്ര വെയിറ്റ് ഒന്നുമില്ല. ഞാൻ പറയില്ല, ബീഫിൻ്റെ കറിയാണ് ആക്കുന്നത്, അരച്ച മസാല കൊണ്ട് ആക്കുന്ന, കാസർഗോഡെല്ലാം പൊതുവായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ആ ഒരു കുക്കറിലാണ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ആക്കിയിട്ട് നോക്കി എങ്ങനെ ഉണ്ട് എന്നല്ല അറിയാൻ. അപ്പോൾ അതിൻ്റെ റിവ്യൂ നിങ്ങളടുത്ത് പറയണമല്ലോ. അപ്പം കറി ഉണ്ടാക്കുന്ന രീതി, ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ഉള്ളിട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം വാടണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോളിട്ടാ. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കിലോ ഇറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 മിനിറ്റ് മൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് തക്കാളി, പിന്നെ നമ്മൾ അരച്ച മസാല, ഈ ഒരു അരച്ച മസാലയിൽ എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ. പിന്നെ അരച്ച മസാല ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട്, പക്ഷേ ഈ ഒരു കുക്കറിൽ വിസിലില്ല കേട്ടോ, അത് സൈലൻ്റ് ആണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് ഞാൻ ടൈമർ വെച്ചിട്ട്, ബീഫിന് ഒരു 20 മിനിറ്റ് വേണം. അതിനിടയിൽ നോമ്പർക്കുള്ള ഫ്രൂട്ട്സും ജ്യൂസെല്ലാം ഫാദർ ആക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞിനെ കാണിച്ചത്, അത് ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണ് കേട്ടോ. അപ്പം നമ്മളടുത്ത് വന്നതായി 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഓഫാക്കിയിട്ട് വെക്കാം. പിന്നെ അതിൻ്റെ അയറെല്ലാം കളഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നോക്കട്ടെ. അപ്പം നല്ല അടിപൊളി ബീഫിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ മല്ലിയിലെല്ലാം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി ബീഫിൻ്റെ കറി ആട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു അരച്ച മസാല റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സഫ ഫുഡ്ലാൻഡ് ആണ്, അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പിന്നെ ഈ ഒരു കുക്കറിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ആക്കാൻ, ഞാൻ ഷെയർ ആക്കി തരാം. സ്റ്റോറിയിൽ വെക്കും. പിന്നെ എൻ്റെ ഡിസ്കൗണ്ട് കൊടുത്താൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് യൂസ് ആക്കി നിങ്ങൾ പർച്ചേസ് ആക്കുന്നുണ്ടെങ്കിൽ നല്ല ഓഫറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.